നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ പ്രേതത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മുടെയൊക്കെ നാട്ടിൽ പ്രേതബാധയുള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു രാത്രി താമസിക്കാൻ ആരെങ്കിലും വെല്ലുവിളിച്ചാൽ നിങ്ങൾ പോകുമോ? വെറും ഒരു യൂട്യൂബ് വീഡിയോ എടുക്കാൻ വേണ്ടി അത്തരമൊരു സാഹസത്തിന് മുതിർന്ന 3 ചെറുപ്പക്കാർക്ക് എന്ത് സംഭവിച്ചു? അതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന നോ വൺ എക്സിറ്റ് എന്ന മലയാള ഷോർട്ട് ഫിലിം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ കഥ 2 മിനിറ്റ് കേട്ടാലോ? കയ്യിൽ പണമില്ലാതെ ഇരിക്കുന്ന 3 സുഹൃത്തുക്കളാണ് ജെഫിനും ലിൻഡോയും അഖിലും എന്നിവർ. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കാൻ വേണ്ടി അവർ ഒരു പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ തീരുമാനിക്കുന്നു. ഇതിനായി അവർ തിരഞ്ഞെടുക്കുന്നത് വെള്ളൂർത്തി മല എന്ന സ്ഥലമാണ്. അവിടെയുള്ള ഒരു പഴയ കെട്ടിടത്തിൽ ദുർമരണങ്ങൾ നടന്നിട്ടുണ്ടെന്നും ആത്മാക്കൾ ഉണ്ടെന്നുമാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇതൊന്നും വിശ്വസിക്കാതെ ഒരു തമാശയായിട്ടാണ് അവർ അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നത്. യാത്രക്കിടയിൽ അപ്രതീക്ഷിതമായി അവർക്ക് വഴി തെറ്റുന്നു. ഫോണിൽ റേഞ്ചില്ല, വണ്ടിയിൽ പെട്രോളും തീരാറായി. ആ രാത്രിയിൽ കാട്ടിനുള്ളിലെ ഏകാന്തമായൊരു വീട്ടിൽ അവർ അഭയം തേടുന്നു. അവിടെയുള്ള രവി എന്ന ഗ്രഹനാഥനും അയാളുടെ ഭാര്യയും അവരെ അകത്തേക്ക് ക്ഷണിക്കുന്നുണ്ടെങ്കിലും ആ വീട്ടിനുള്ളിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടായിരുന്നു. അവിടെ വെച്ച് ആ വീട്ടിലെ സ്ത്രീ പറയുന്ന കഥ കേട്ട് അവർ ഞെട്ടിപ്പോകുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ജാതി വിവേചനത്തിന് ഇരയായി കൊല്ലപ്പെട്ട ഒരു ദമ്പതികളുടെയും അവരുടെ കുഞ്ഞിൻ്റെയും ആത്മാക്കൾ ആ വീട്ടിലുണ്ടെന്നായിരുന്നു അവർ പറഞ്ഞത്. ആരെങ്കിലും അവരെ ശല്യപ്പെടുത്താൻ വന്നാൽ അവർ വെറുതെ വിടാറില്ല. ഇതൊക്കെ കേട്ടിട്ടും നമ്മുടെ നായകന്മാർ അത് ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. എന്നാൽ രാത്രിയാവുന്നതോടെ കാര്യങ്ങൾ വാതിലുകൾ തനിയെ അടയുന്നു. അദൃശ്യ ശക്തികളുടെ ആക്രമണം തുടങ്ങുന്നു. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ അവർ ആ വീട്ടിൽ കുടുങ്ങുന്നു. സിനിമയുടെ പേര് സൂചിപ്പിക്കുന്നത് പോലെ നോ വൺ എക്സിറ്റ്. അവിടെ നിന്ന് ആർക്കും പുറത്തു പോകാൻ കഴിയില്ലായിരുന്നു. ഒടുവിൽ പോലീസ് അവരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തുന്നു. അവിടെയാണ് സിനിമ അവസാനിക്കുന്നത്. സിനിമ അവസാനിക്കുമ്പോഴും സംവിധായകൻ ഒരു ചോദ്യം വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം വെറും അന്ധവിശ്വാസമാണോ, അതോ നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത സത്യങ്ങളാണോ? ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.